ട്രിഗണോമെട്രിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രി എന്താണെന്നും അതുപോലെ അതിലെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണെന്നും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഐഡൻറ്റിറ്റീസാണ് നമ്മളിന്ന് ഒന്നുകൂടി ഓർത്ത് വയ്ക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതിലെ ഐഡൻറ്റിറ്റീസൊക്കെ ഒരു ലിസ്റ്റാക്കി പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യമായി ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എങ്ങനെയാണ് ഒരു സർക്കുലർ ഫങ്ഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ വരുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുക. ഈ പിക്ചറിലേക്ക് നോക്കുക. ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. എന്താണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ? റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള സർക്കിളിനാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ സെൻറ്റർ ഒറിജിനായിട്ട് വരുന്ന ഒരു യൂണിറ്റ് സർക്കിളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. സെൻറ്റർ ഒറിജിനാണ്. അതിൽ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഒരു ആർബിട്രറി പോയിൻ്റാണ്. ആർബിട്രറി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോയിൻ്റ്, ഈ സർക്കിളിൻ്റെ മേലെ വരുന്ന ഒരു പോയിൻ്റ്, അതിനെ നമ്മൾ പി എന്ന് മാർക്ക് ചെയ്യുന്നു. സപ്പോസ് എ ബി ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് പി. അതായത് പിയുടെ എക്സ് കോർഡിനേറ്റ് എ ആണ്, വൈ കോർഡിനേറ്റ് ബി ആണെന്ന് കരുതുക. ഇനി ഈ ആംഗിൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആംഗിൾ എക്സ് അല്ലേ, അതൊരു എക്സ് റേഡിയൻ മെഷർ ചെയ്യുന്നു. അതായത് ഈ ഒ എക്സ് എന്ന് പറയുന്ന റേ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേഡിയൻ കിട്ടും. ആ എക്സ് റേഡിയനാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആംഗിൾ എ ഒ പി എക്സ് റേഡിയൻ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ് റേഡിയൻ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ മൈനർ ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. യൂണിറ്റ് സർക്കിളിൻ്റെ മേലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റേഡിയൻ മെഷർ ഡിഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ലെങ്ത്തിനോട് ഈക്വലായിട്ട് വരുന്ന ആംഗിൾ സെൻറ്ററിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും റേഡിയനാണ് ആ ആംഗിളിൻ്റെ മെഷർ, റേഡിയൻ മെഷർ. അപ്പോൾ ഇവിടെ ഞാൻ എ ബി എന്ന് പോയിൻ്റ് പി മാർക്ക് ചെയ്യുമ്പോൾ ഒ എമ്മിൻ്റെ ലെങ്ത്ത് എ ആണ്, അതുപോലെ എം പിയുടെ ലെങ്ത്ത് ബി ആയിരിക്കും. അപ്പോൾ ഒ എം ഈസ് ഈക്വൽ ടു സ്മോൾ എ ആൻഡ് എം പി ഈക്വൽ ടു ബി. യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ഒ എം പി, ഫ്രം ട്രയാങ്കിൾ ഒ എം പി നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് സൈൻ എക്സ്? നമ്മൾ നേരത്തെ 10th സ്റ്റാൻഡേർഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, അതായത് എതിർവശം ബൈ കർണം. അവിടെ നമുക്ക് ഇവിടെ എതിർവശം ആരാണ്? ഈ എക്സിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന സൈഡിൻ്റെ ലെങ്ത്താണ് ബി അല്ലേ, അതാണ് എതിർവശം. അപ്പോൾ ഇവിടെ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് കർണം. കർണം എന്ന് പറയുന്നത് ഈ മട്ടത്രികോണത്തിൻ്റെ കർണം എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഈ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? ഇവിടെ ഒ പി ആണ്. ഒ പിയുടെ ലെങ്ത്ത് 1 ആണ്. അപ്പോൾ ഇവിടെ ബി ബൈ 1 എടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി അല്ലേ. അപ്പോൾ സൈൻ എക്സ് എന്ത് കിട്ടി? ബി എന്ന് കിട്ടി. ഇനി കോസ് എക്സ് കാണാം നമുക്കതിൽ നിന്ന്. എന്താണ് കോസ് എക്സ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഏതാണ് അഡ്ജസൻറ്റ് സൈഡ്? സമീപവശം. അതാണ് അഡ്ജസൻറ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒ എം ആണ് സമീപവശം കിട്ടുന്നത്. ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒ എം മീൻസ് എ ബൈ 1, ദാറ്റ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ സൈൻ എക്സ് ബി എന്ന് കിട്ടി, കോസ് എക്സ് എ എന്ന് കിട്ടി. അതായത് നമ്മുടെ പി എന്ന് പറയുന്ന പോയിൻ്റ്, നമ്മൾ ഈ സർക്കിളിൻ്റെ മേലെ ഒരു പോയിൻ്റ് എടുത്തതാണ് പി. പിയുടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് എന്ന് കിട്ടി. വൈ കോർഡിനേറ്റ് സൈൻ എക്സ് എന്ന് കിട്ടി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ക്യാൻ ബി റിട്ടൺ ആസ് പി ആസ് എക്സ് കോർഡിനേറ്റ് കോസ് എക്സ് ആണ്, കോസ് എക്സ് സൈൻ എക്സ്, കോസ് എക്സ് സൈൻ എക്സ് നമുക്ക് എഴുതാം പീനെ. അപ്പോൾ അതിൽ ഓരോ പോയിൻറ്റും നമ്മൾ ഈ സർക്കിളിൻ്റെ മേലെ എടുക്കുന്ന ഏതൊരു പോയിൻ്റ് എടുത്താലും, നമ്മൾ ഇവിടെ പി ഒരു ജനറൽ പോയിൻ്റ് ആയിട്ടാണ് എടുത്തത് അല്ലേ. പി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സ് എന്ന് കിട്ടി, വൈ കോർഡിനേറ്റ് സൈൻ എക്സ് എന്നും കിട്ടി. അതായത് എത്രയാണോ റേഡിയൻ മെഷർ അതിൻ്റെ കോസ് എക്സ് ആണ് എക്സ് കോർഡിനേറ്റ്.
സൈൻ എക്സ് ആണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഓരോ പോയിന്റിലും ഈ റൂള് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടാവും ഈ യൂണിറ്റ് സർക്കിളിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, അടുത്തൊരു സ്റ്റെപ്പിൽ പറയാം, ഈ ട്രയാങ്കിളിൽ നമ്മൾ ഈ ട്രയാങ്കിൾ ഒന്നുകൂടി നോക്കാം. ഈ ട്രയാങ്കിളിൽ നമുക്ക് OM² + MP², പൈത്തഗോറസ് ലോ ഉപയോഗിക്കുമ്പോൾ OM² + MP² എന്ന് പറയുന്നത് OP² ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടൻസ് സ്ക്വയർ ആയിരിക്കും. അതിൽ ആ ഇക്വേഷൻ നമ്മളൊന്ന് എഴുതുമ്പോൾ OM² + MP² ഈക്വൽ ടു OP², ഹൈപ്പോട്ടൻസ് സ്ക്വയർ. OM എന്ന് പറയുന്നത് A ആയിരുന്നു അല്ലേ. A² പ്ലസ് MP എന്ന് പറയുന്നത് B ആണ്, B² ഈക്വൽ ടു 1. ഇനി നമുക്കതിനെ കോസ് സൈൻ എന്നുള്ള ടേമിൽ എഴുതാം. നമ്മളിപ്പോൾ കിട്ടിയത് എന്താണ്? നേരത്തെ കിട്ടിയ റിസൾട്ടിലേക്ക് ഒന്ന് നോക്കുക. സൈൻ എക്സ് ബി എന്ന് കിട്ടി, കോസ് എക്സ് എ എന്ന് കിട്ടി. അപ്പോൾ ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഈ റിസൾട്ടിൽ എക്ക് പകരം നമുക്ക് കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ കോസ്² എക്സ് അല്ലേ. A² എന്ന് പറഞ്ഞാൽ കോസ്² എക്സ് പ്ലസ് sin² എക്സ് ഈക്വൽ ടു 1. ഇത് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഏതൊരു ആംഗിൾ എക്സ് എടുത്താലും cos² എക്സ് പ്ലസ് sin² എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി എന്ന് പറയും. ഇതുപോലത്തെ റിസൾട്ടിനെ നമ്മൾ പറയുന്നത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഏതൊരു എക്സ് എടുത്താലും cos² എക്സ് പ്ലസ് sin² എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ എക്സ് ഏതെടുത്താലും, നേരത്തെ ചിത്രത്തിലേക്ക് നോക്കുക, എക്സ് ഏത് റേഡിയൻ ആയാലും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എക്സ് റേഡിയനാണ് എടുത്തത്, എക്സ് ഏത് റേഡിയൻ ആയാലും ആ എൻ പോയിൻ്റ് നമ്മൾ ആംഗിളിൻ്റെ തേർഡ് ആംസ് നമ്മൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ പി അല്ലേ. ആ പിയിൽ വരുന്ന കോർഡിനേറ്റ്സ് ഒന്നാമത് വരുന്നത് കോസ് എക്സ് ആയിരിക്കും, രണ്ടാമത്തത് സൈൻ എക്സ് ആയിരിക്കും. അതായത് എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആയിരിക്കും. അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് cos² എക്സ് പ്ലസ് sin² എക്സ് ഈക്വൽ ടു 1. ഇനി ആ ചിത്രത്തിനെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. അതായത് ഇവിടെ എക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇവിടെ ചെറിയൊരു ആംഗിൾ മെഷർ ചെയ്തപ്പോഴാണ് എക്സ് റേഡിയൻ കിട്ടിയത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ആംഗിൾ AOB മെഷർ ചെയ്താൽ എത്രയാണ് കിട്ടുക? നമ്മൾ ഒരു സർക്കിളിൽ മൊത്തത്തിൽ എത്രയാണെന്ന് പറഞ്ഞത്? 2π റേഡിയൻ ആണ് അല്ലേ. നമ്മൾ ഈ ഒരു ആംഗിൾ, അതായത് AOB മെഷർ ചെയ്താൽ എത്രയായിരിക്കും അതിൻ്റെ മെഷർ? അതായത് ഒരു ഫുൾ സർക്കിളിൽ 2π ആണ്. അപ്പോൾ ഇതൊരു 1/4 ആണ് അല്ലേ, സർക്കിളിൻ്റെ 1/4 ആയിട്ട് വരും. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ? π/2 അല്ലേ. 90 ഡിഗ്രിയാണ്, അതായത് π/2 എന്ന് കിട്ടും. AOB എന്ന് പറയുന്നത് π/2 റേഡിയനാണ്. അപ്പോൾ എക്സിന് പകരം നമ്മൾ ആ ഒരു ആംഗിൾ കൺസിഡർ ചെയ്താൽ, AOB കൺസിഡർ ചെയ്താൽ, ഈ ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് cos π/2 ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? sin π/2. അതേപോലെ സിയിൽ ഒരു റൊട്ടേഷൻ ഹാഫ് എത്തിക്കഴിഞ്ഞാൽ, ഒരു റെവല്യൂഷൻ്റെ ഹാഫ് എത്തുന്നു, എക്സ് ഇങ്ങനെ ഇവിടം വരെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആംഗിളാണ് അല്ലേ, സ്ട്രെയിറ്റ് ആംഗിളാണ്. അപ്പോൾ അവിടെ എത്രയാണ് മെഷർ വരിക? പൈ മെഷർ വരുന്നത് പൈ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് കോസ് പൈയും ഇത് സൈൻ പൈ ആയിരിക്കും. കോസ് പൈ -1, സൈൻ പൈ 0 ആയിരിക്കും. അതേപോലെ ഈ 90യുടെ മൾട്ടിപ്പിൾസ് വരുന്നത്, അതായത് π/2ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒന്ന് വാല്യൂസ് വരുന്നത് ഒന്ന് ബിയിലാണ് അല്ലേ. ബിയിലാണ് ആംഗിൾ π/2 ആവുന്നത്. പിന്നെ π/2ൻ്റെ മൾട്ടിപ്പിളാണ് 180 ഡിഗ്രി. അപ്പോൾ അത് ഇവിടെ 90യുടെ മൾട്ടിപ്പിൾ 180 ഡിഗ്രി വരും, അതായത് പൈ എന്ന് പറയും. പിന്നെ 3π/2, അതായത് 270 ഡിഗ്രി. അതായത് ഒരു റൊട്ടേഷൻ മുക്കാൽ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ 270 ആണ്. കംപ്ലീറ്റ് റൊട്ടേഷൻ ആയാൽ എത്രയായിരിക്കും? 360. ആ 360 ആണ് നമ്മൾ 2π എന്ന് പറയുന്നത്. 360 ഡിഗ്രിയാണ് 2π എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിയിലെത്തുമ്പോൾ, OBയിലെത്തുമ്പോൾ AOB എന്ന് പറയുന്ന ആംഗിൾ π/2 ആണ്. പിന്നെ പൈ 3π/2, 2π റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ 2π. അപ്പോൾ ഇങ്ങനെയുള്ള ആംഗിൾസിന് 90യുടെ മൾട്ടിപ്പിളായിട്ട് വരുന്ന ആംഗിൾസിന് നമ്മൾ പറയുന്ന പേര് ക്വാഡ്രൻ്റൽ ആംഗിൾസ് എന്നാണ്. അതായത്
ക്വാഡ്രൻ്റൽ ആംഗിൾസ്. ആ വാക്ക് നന്നായിട്ട് ഓർമ്മിക്കാം. ക്വാഡ്രൻ്റൽ ആംഗിൾസ്. അതായത് ഓരോ ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോഴാണ് ആ ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ക്വാഡ്രൻ്റൽ ആംഗിൾസ് എന്നാണ് പറയാം. ഏതൊക്കെ ആംഗിൾസ്? π/2, പൈ, ഏതൊക്കെ വരിക? π/2, പിന്നെ പൈ, 3π/2, പിന്നെ 2π. ഈ ആംഗിൾസിന് 90യുടെ മൾട്ടിപ്പിളായിട്ട് വരുന്ന ആംഗിൾസിനാണ് നമ്മളെന്ത് പറയുന്നത്? ക്വാഡ്രൻ്റൽ ആംഗിൾസ്. ഈ ക്വാഡ്രൻ്റൽ ആംഗിൾസിൻ്റെ കോസ് എക്സും സൈൻ എക്സും നമുക്ക് കൃത്യമായിട്ട് ഈ പോയിൻറ്റ്സ് നോക്കിയിട്ട് പറയാൻ പറ്റും. അതായത് ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രിയാണ് അല്ലേ? അതായത് π/2 ആണ്. അപ്പോൾ കോസ് π/2 വാല്യൂ എത്രയായിരിക്കും? 0. സൈൻ π/2 1 ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ പൈ ആണ്. പൈ ആകുമ്പോൾ കോസ് π -1, സൈൻ π 0. ഇനി ഒരു 3π/2 എത്തുമ്പോഴോ കോസ് 3π/2 0, സൈൻ 3π/2 -1. ഇനി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയാൽ 2π റേഡിയനായി. ഇപ്പം കോസ് 2π 1ഉം സൈൻ 2π 0 ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഈ സർക്കിൾ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ വാല്യൂസ് നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് കോസിൻ്റെ വാല്യൂസാണ്. അതായത് കോസ് നമ്മൾ എടുത്തിരിക്കുന്ന പോയിൻ്റ് ബി ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്? 0, 1 ആണ്. അവിടെ നമുക്ക് വരുന്ന ആംഗിൾ π/2 ആണ്. അപ്പോൾ അവിടെ കോസ് π/2 എത്രയായിരിക്കും? കോസ് π/2 0, സൈൻ π/2 1 ആയിരിക്കും. ഇനി അതുപോലെ പോയിൻ്റ് സിയിൽ, സി എന്ന് പറയുന്ന പോയിൻ്റ് -1, 0 ആണ്. അവിടെ ആംഗിൾ എത്രയാ? പൈ ആണ്. അപ്പോൾ കോസ് പൈയുടെ വാല്യൂ -1 ആയിരിക്കും. സൈൻ പൈയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂവും വൈ കോർഡിനേറ്റ് സൈൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ സിയിൽ നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഡിയിൽ നോക്കാം. ഡി എന്ന് പറയുന്ന പോയിൻറ്റിൽ 0, -1 ആണ്. അവിടെ എത്ര ആംഗിൾ വരിക? 270. അതായത് 3π/2 ആണ് അതിൻ്റെ റേഡിയൻ മെഷർ. അപ്പോൾ കോസ് 3π/2 വാല്യൂ എത്രയാ? 0. സൈൻ 3π/2 ഈക്വൽ ടു -1. സൈൻ 3π/2 -1. ഇനി അടുത്ത പോയിൻ്റ് എ ആണ്. എയിൽ കോസ് 0 സൈൻ 0 നമുക്ക് കിട്ടും. അതുപോലെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എയിലാണ് എത്തുക അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എ എന്ന് പറയുന്ന പോയിൻ്റ് 1, 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ആംഗിൾ കിട്ടുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലാണ്. അപ്പം 0 വരാം, പിന്നെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അവിടത്തേക്ക് തന്നെ വരും. അപ്പോൾ 2πയും വരും. ഈ രണ്ട് വാല്യൂസിനും കോസ് 0യുടെ വാല്യൂ 1 ആണ്, സൈൻ 0യുടെ വാല്യൂ 0 ആണ്. കോസ് 2πയുടെ വാല്യൂ 1 ആണ്, സൈൻ 2πയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ വീണ്ടും അതേ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മൾ ആ സർക്കിളിലേക്ക് ഒന്ന് നോക്കാം. ഓരോ റൊട്ടേഷൻ കംപ്ലീറ്റ്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് വരുമ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 2π ആയി. 2π ആകുമ്പോഴത്തേക്ക് വാല്യൂ എന്തായി? 0ൻ്റെ അതേ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും നമുക്ക് ട്രിഗണോമെട്രിക് വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും. അതായത് ഓരോ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 2πയുടെ മൾട്ടിപ്പിൾസ് ആണ് ഓരോ റൊട്ടേഷനിലും കൂടുന്നത്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? നമുക്ക് 2πയുടെ മൾട്ടിപ്പിൾ, അതായത് കോസ് വാല്യൂവും സൈൻ വാല്യൂ. സൈൻ അതായത് ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്കറിയാം 2π ആണ്. അപ്പോൾ 2π + x എന്ന് എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ എക്സിൻ്റെ അതേ വാല്യൂവിൽ എത്തുക അല്ലേ? അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? സൈൻ എക്സിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ 2 റൗണ്ട് കഴിയുമ്പോൾ 4π ആയിരിക്കും. 4π + x വീണ്ടും സൈൻ എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? സൈൻ 2nπ എന്ന് എഴുതാം. പ്ലസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് ആയിരിക്കും. അതായത് ഓരോ 2πയുടെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അതേ വാല്യൂ വരും വീണ്ടും വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഫങ്ഷൻസിനെ പറയുന്നത് സർക്കുലർ ഫങ്ഷൻസ് അല്ലെങ്കിൽ പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ കോസും അങ്ങനെ തന്നെയാണ്. 2nπ + x എടുക്കുമ്പോൾ
സെയിം വാല്യൂ അതേ എക്സിലാണ് നമ്മൾ എത്തുക. അപ്പോൾ കോസ് എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഇതേ സൈൻ വാല്യൂവും കോസ് വാല്യൂവും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത്തരം ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ ഫങ്ഷൻസ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്താണ്? സർക്കുലർ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ പീരിയോഡിക് ഫങ്ഷൻസ് ആണെന്ന് പറയും. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഈ 2 ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ 2 ഫോർമുല എങ്ങനെയാണ് വരുന്നതെന്ന് ഓർത്ത് വെക്കുക. അതായത് ഓരോ 2πയുടെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഈ വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞു. ചിത്രത്തിൽ നോക്കിയപ്പോഴും നമുക്കറിയാം ഓരോ റൗണ്ട് കംപ്ലീറ്റ്. ഇപ്പോൾ ഇവിടെ 0യിലാണ് അല്ലേ? 0യിൽ ഇങ്ങനെ പോയി ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ വീണ്ടും കോസ് 0 1ഉം സൈൻ 0 0 ആയിരുന്നു. ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്കറിയാം 2π ആണ്. കോസ് 2π 1 സൈൻ 2π 0. അപ്പോൾ എക്സ് റേഡിയനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് വന്ന് വീണ്ടും എക്സിലെത്തുമ്പോൾ എത്രയാവും? 2π + x ആവും. അപ്പോൾ ഇതേ എയും ബിയും ആയിരിക്കും അതിൻ്റെ കോസും സൈനും വാല്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത്തരം ഫങ്ഷൻസിന് നമ്മൾ പറയുന്നത് സർക്കുലർ ഫങ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ നമുക്കിതിൻ്റെ ടേബിൾ ഒന്ന് നോക്കാം. വാല്യൂസിൻ്റെ ഒരു ടേബിൾ. ഇത് നിങ്ങൾ പരമാവധി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. വാല്യൂസ് നമുക്ക് ഇടയ്ക്കിടെ ക്വസ്റ്റ്യൻസിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നോക്കുക. സൈനിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സൈനിൻ്റെ ഓരോ വാല്യൂസ് പഠിക്കുക. 0 മുതൽ π/2 വരെയുള്ള വാല്യൂസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ചെറുതെന്ന് വലുതിലേക്ക് ഇങ്ങനെ കൂടിക്കൂടി വരും. ഇതേ വാല്യൂസാണ് നമുക്ക് കോസിന് 0 മുതൽ π/2 വരെയുള്ള വാല്യൂസിൽ റിവേഴ്സ് ഓർഡറിലാണ് കോസിൻ്റെ വാല്യൂസ് വരുന്നത്. അതായത് 1√3/2 1/√2 1/2 0 1√3/2 1/√2 1/2 0. അതുപോലെ ക്വാഡ്രൻ്റൽ ആംഗിൾസിലുള്ള കോസിൻ്റെയും സൈനിൻ്റെയും വാല്യൂസ്. ഇനി നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ടാൻ തീറ്റ. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നമുക്കിത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കിട്ടും. 1/2 ഡിവൈഡഡ് ബൈ √3/2 അതാണ് 1/√3. അതുപോലെ π/2ൽ 1/0 എന്നാണ് വരിക അല്ലേ? അത് 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ് എഴുതണം. ഇതിൽ അതുപോലെ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിസൾട്ട്, അതായത് എന്താണ്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ റിസൾട്ട്. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 - കോസ് സ്ക്വയർ എക്സ്. അതുപോലെ കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഈ റിസൾട്ടും ഓർത്ത് വെക്കേണ്ട റിസൾട്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ ഈ പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് മറ്റൊരു റിസൾട്ട് ഡിറൈവ് ചെയ്യാം. എങ്ങനെ നോക്കാം? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എഴുതി. ഈ ഒരു ഇക്വേഷനെ ഒരു കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡിങ് ബൈ കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഓരോ ടേമിനെയും കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 / കോസ് സ്ക്വയർ എക്സ്. ഇവിടെ കോസ് സ്ക്വയർ എക്സ് കട്ടാവും. 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. നമുക്കറിയാം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? ടാൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സിനെ ടാൻ എക്സ് ആകുമ്പം സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്തായിരിക്കും? ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു. അതുപോലെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ 1 / കോസ് എക്സ് എന്താണ്? 1 / കോസ് എക്സ് സീക്ക് എക്സ് ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഇനി ഇതുപോലെ ഇതേ ഇക്വേഷനെ കോസ് സ്ക്വയർ എക്സ്
പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ. ഇതിനെ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ കോട്ട് എക്സ് ആണ്. അപ്പോൾ അതിനെ കോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സ് ഗെറ്റ് ക്യാൻസൽ 1 ആവും. ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് എന്താണ്? കൊസീക്ക് എക്സ് ആണ്. അപ്പോൾ കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ റിസൾട്ടിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ട്രിഗണോമെട്രിയിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇതൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച റിസൾട്ട്സുകൾ കുറച്ചുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന സൈൻ തീറ്റ ആയിരുന്നു അല്ലേ. അതിൻ്റെ പിന്നെ നമ്മൾ കോസ് തീറ്റ ഡിഫൈൻ ചെയ്തു, അതുപോലെ ടാൻ തീറ്റ ഡിഫൈൻ ചെയ്തു. ഒന്ന് ഓർക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തതെന്ന്. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ എക്യൂട്ട് ആംഗിൾ തീറ്റ വരക്കുന്നു. അപ്പോൾ എ ബി സി ആണെങ്കിൽ സൈൻ തീറ്റന് നമ്മൾ എന്താ പറയുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് ബി സി ബൈ എ സി ആണ്. കോസ് തീറ്റയോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ ബി ബൈ എ സി. ആൻഡ് ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ബി സി ബൈ എ ബി. ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒന്നാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ റെസിപ്രോക്കൽ, അതായത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എന്താണ്? കൊസീക്ക് തീറ്റ. കൊസീക്ക് തീറ്റയാണ് നമ്മൾ എന്നിങ്ങനെ എഴുതുന്നത്? 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതും. അതായത് എ സി ബൈ ബി സി ആണ്. സീക്ക് തീറ്റയോ കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ, ദാറ്റ് ഈസ് 1 ബൈ കോസ് തീറ്റ. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബി സി ബൈ എ ബി ആണ്. നമ്മൾ കോട്ട് തീറ്റ ഏതിൻ്റെ റെസിപ്രോക്കലാണ്? ടാനിൻ്റെ റെസിപ്രോക്കലാണ് ടാൻ തീറ്റ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടുതലുള്ള 2 റിസൾട്ടും കൂടിയാണുള്ളത്. ഏതാണ്? 10th നമ്മൾ പഠിച്ചത് ടാൻ തീറ്റ ഈക്വൽ ടു അല്ലേ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ കോട്ട് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇതൊക്കെ നമുക്ക് റേഡിയൻ മെഷറിൽ പറയാം, എക്സിന് പറയാം. ഇതൊക്കെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഏതൊരു ആംഗിളിനും ഇതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ടൊക്കെ തന്നെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. നേരത്തെ പഠിച്ച റിസൾട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത്, പറഞ്ഞത്. ഇതൊക്കെ തന്നെ നേരത്തെ നിങ്ങൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയുമ്പം 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളിപ്പം പറഞ്ഞ ഇക്വേഷൻസും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതൊരു ലിസ്റ്റാക്കി പ്രത്യേകം നോട്ട് ബുക്കിൽ വെക്കുക. അത് നമുക്ക് പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും.